കേരള സർവകലാശാലയിൽ ഉത്തരപേപ്പർ കാണാതായ MBA പരീക്ഷ വീണ്ടും നടത്തുന്നതിൽ ആശങ്കയുമായി വിദ്യാർത്ഥികൾ. വിദേശത്തുള്ള വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എത്താൻ കഴിയുമോ എന്നതാണ് ആശങ്ക. നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനും നീക്കമുണ്ട്. അതേസമയം ഇനി കേന്ദ്രീകൃത മൂല്യനിർണ്ണയം ഉറപ്പുവരുത്തുമെന്ന് സർവകലാശാല വൈസ് ചാൻസലർ പറഞ്ഞു. ഉത്തരപേപ്പർ നഷ്ടപ്പെട്ട 71 വിദ്യാർത്ഥികൾക്കും ഏപ്രിൽ 7 പരീക്ഷ നടത്താനാണ് സർവകലാശാലയുടെ തീരുമാനം. ഈ ദിവസം എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ 22-ാം തീയതി പരീക്ഷ എഴുതാം. എന്നാൽ വിദേശത്തുള്ള വിദ്യാർത്ഥികൾക്ക് 2 തീയതിയും പരീക്ഷ എഴുതാൻ കഴിയുമോ എന്നതാണ് ആശങ്ക. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് പരീക്ഷ എഴുതുന്നത് പ്രായോഗികമാകുമോ എന്നും സംശയമുണ്ട്. സർവകലാശാലയുടെ തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിക്കാനും ആലോചനയുണ്ട്. കുട്ടികളുടെ പ്രശ്നം മനസ്സിലാക്കിയാണ് പുനഃപരീക്ഷ നിശ്ചയിച്ചതെന്നും ഇനി മൂല്യനിർണ്ണയം ക്യാമ്പുകളിൽ തന്നെ നടത്തുന്നത് പ്രായോഗികമാക്കുമെന്നും വൈസ് ചാൻസലർ പ്രതികരിച്ചു. കുട്ടികളുടെ പ്രശ്നമാണ് ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ടത്. അത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് പരീക്ഷ 7-ാം തീയതിയും 22-ാം തീയതിയും നടത്തുന്നു എന്നുള്ളത്. ഈ 71 കുട്ടികളുടെ ആൻസർ പേപ്പറാണ് നഷ്ടപ്പെട്ടത്. അവരടക്കം 1000-ഓളം കുട്ടികൾ എഴുതിയ പരീക്ഷയാണ് ഈ MBA പരീക്ഷ. അപ്പോൾ 1000 കുട്ടികളുടെ റിസൾട്ട് 10-ാം തീയതിയോ 11-ാം തീയതിയോ വരും. ഉത്തരപേപ്പർ ചോർന്ന സംഭവത്തിൽ സർവകലാശാലയ്ക്ക് വീഴ്ചയുണ്ടായെന്ന് സമ്മതിക്കുമ്പോൾ അതിന്റെ കാരണക്കാരെ കണ്ടെത്താൻ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടായേക്കും. വീഴ്ച പറ്റിയ അധ്യാപകനോട് അന്വേഷണത്തിന്റെ ഭാഗമായി സർവകലാശാലയിലേക്ക് എത്താൻ VC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.